പ്രസവം കഴിഞ്ഞ് മാസങ്ങളായിട്ടും നിങ്ങൾ ഗർഭിണിയാണോ എന്ന് ആളുകൾ ചോദിക്കാറുണ്ട്. പ്രസവത്തിന് ശേഷം 50 മുതൽ 60% സ്ത്രീകളിൽ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഡയാസ്റ്റാസിസ് റെക്ടൈ. ഇത് പലപ്പോഴും തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരു അസുഖമാണ്. നമ്മുടെ വയറിന്റെ മുകളിൽ വെർട്ടിക്കലായിട്ട് പോകുന്ന ഒരു മസിലാണ് റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറയുന്നത്. ഇതാണ് 6 പാക്ക് മസിൽ എന്നറിയപ്പെടുന്നത്. ഇത് 2 പെയറായിട്ടാണ് കാണപ്പെടുന്നത്. ഈ പെയറിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരു ഇലാസ്റ്റിക് കണക്റ്റീവ് ബാൻഡ് ഉണ്ട്. ഇതിനെയാണ് ലീനിയ ആൽബ എന്ന് പറയുന്നത്. ഈ ലീനിയ ആൽബ ഒരു റബ്ബർ ബാൻഡ് പോലെയാണ്. ഇതിനെ സ്ട്രെച്ച് ആവാനും തിരിച്ച് പഴയതുപോലെ വരുവാനുമുള്ള ശേഷിയുണ്ട്. ഗർഭകാലത്ത് കുട്ടിയുടെ വളർച്ചയ്ക്കൊപ്പം യൂട്രസ് എക്സ്പാൻഡ് ചെയ്യുന്നു. ഈ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ യൂട്രസിനെ അക്കോമഡേറ്റ് ചെയ്യുവാനായിട്ട് മസിൽസ് സ്ട്രെച്ച് ആവുന്നു. സ്ട്രെച്ച് ആവുന്നത് കൂടുതലും അബ്ഡോമിനൽ മസിൽസ് ആണ്. ഈ സ്ട്രെച്ച് ആവുന്ന സമയത്ത് ഈ പുറത്തുള്ള ഈ റെക്ടസ് അബ്ഡോമിനസ് എന്ന് പറയുന്ന മസിൽസിന്റെ വരികയും ആ ഒരു ഇന്റേണൽ പ്രഷർ വരുന്നതിലൂടെ ഈ ലീനിയ ആൽബ എന്നുള്ള സ്ട്രക്ചറിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യുന്നു. അപ്പോഴാണ് ഡയാസ്റ്റാസിസ് റെക്ടൈ ഉണ്ടാവുന്നത്. നോർമലി കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ മസിലിന്റെ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യുന്നതാണ്. എന്നാൽ ചിലരിൽ ഇത് റീഗെയിൻ ചെയ്യാറില്ല. ആ മസിൽ വീക്കായിട്ട് തന്നെ തുടരുന്നു. ഇത് കൂടുതലും കാണപ്പെടുന്നത് 1 വർഷത്തിനിടയിൽ ഗ്യാപ്പ് ഇല്ലാതെ പ്രഗ്നന്റ് ആവുന്ന ലേഡീസിൽ, ഓവർ വെയ്റ്റ് ബേബി ഉള്ള ആൾക്കാരിൽ, 35 വയസ്സിന് ശേഷം ഗർഭിണിയാവുന്നവരിൽ, മൾട്ടിപ്പിൾ ബേബീസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രസവം ഉണ്ടാവുന്നവരിലാണ് കാണപ്പെടുന്നത്. പൊതുവെ ഡയാസ്റ്റാസിസ് റെക്ടൈ ഒരു പെയിൻലെസ് കണ്ടീഷനാണ്. പക്ഷേ കോർ മസിൽസിന്റെ ബലക്കുറവ് കാരണം ബോഡിയുടെ ബയോമെക്കാനിക്സിൽ ചേഞ്ച് ഉണ്ടാവുകയും നടുവേദന, നടക്കാനുള്ള പ്രയാസം, യൂറിൻ ലീക്ക് ആവുക, ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട്, ചുമയ്ക്കാനുള്ള ബുദ്ധിമുട്ട് ഒക്കെ ഉണ്ടായി കാണാറുണ്ട്. ഫിസിയോതെറാപ്പിയിൽ ഇതിന്റെ മാനേജ്മെന്റ് എന്താണെന്ന് നോക്കാം. ആദ്യം പ്രോപ്പർ അസസ്മെന്റ് നടത്തുക. അതിലൂടെ നിങ്ങളുടെ മസിലിന്റെ സ്ട്രെങ്ത്തും ഇപ്പോഴത്തെ കണ്ടീഷനും തിരിച്ചറിയാൻ സാധിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് പേഴ്സണലൈസ്ഡ് ആൻഡ് കസ്റ്റമൈസ്ഡ് എക്സസൈസ് തെറാപ്പിസ്റ്റ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതാണ്. ഇതെപ്പോഴും തെറാപ്പിസ്റ്റിന്റെ ഗൈഡൻസിലൂടെ മാത്രം ചെയ്യുക. നോർമലി ചെയ്യുന്ന പല എക്സസൈസുകളും ഇത് ഗുണത്തിനേക്കാൾ ഏറെ ദോഷമാണ് ഉണ്ടാക്കുന്നത്. ഡയാസ്റ്റാസിസ് റെക്ടൈയെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. താങ്ക് യു.